ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ക്രിസ്മസിന് പിതാവായ ദൈവത്തിൻ്റെ തിരുനാൾ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രയേറെ നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരുനാൾ കൊണ്ടാടിക്കഴിഞ്ഞ് ഈസ്റ്ററിന് തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമുക്ക് രക്ഷ നേടിത്തന്ന പുത്രനായ ദൈവത്തിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടി. അത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ, പെന്തക്കോസ്താ തിരുനാൾ കൊണ്ടാടി. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാളുകൾ കൊണ്ടാടിക്കഴിഞ്ഞ് നാം ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന പരിശുദ്ധ ത്രിത്വത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തിരുനാളുകൾ. നമ്മുടെ ദൈവത്തിലെ മൂന്നാളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ മൂന്ന് വ്യക്തികളെങ്കിലും അവർ മൂന്ന് ദൈവങ്ങളല്ല, ഒരേ ദൈവം. സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ ദൈവമായിരിക്കുന്ന മൂന്ന് വ്യക്തികളുടെ സമ്മേളനമാണ്, കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം. ദൈവസ്നേഹമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. പിതാവായ ദൈവം സ്നേഹിക്കുന്നതിലൂടെ ജീവനേകുന്നവൻ, പുത്രനായ ദൈവം സ്നേഹിക്കപ്പെടുന്നതിലൂടെ ജീവിക്കുന്നവൻ, പരിശുദ്ധാത്മാവോ സ്നേഹിപ്പിക്കുന്നവൻ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, പിതാവ് നമ്മെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, പുത്രൻ നമ്മെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, നാം പുത്രനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ, എന്നിട്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. അങ്ങനെ സ്നേഹിപ്പിക്കുന്നവനാണ്, സ്നേഹത്തിൻ്റെ ശക്തിയാലും ചൈതന്യത്താലും നിറച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതവുമായി, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആഘോഷിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. ഓരോ പ്രാർത്ഥനയും പൂർത്തീകരിക്കപ്പെടുന്നത് ത്രിത്വത്തിന് സ്തുതി ചൊല്ലിയാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും പിതാവിനോടാണ്, പുത്രനോട് ചേർന്നാണ്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലും ശക്തിയിലുമാണ്. നമുക്ക് നമ്മുടെ പ്രാരംഭ കൂദാശകളുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത് പ്രാരംഭ കൂദാശകളിലൂടെയാണ്. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, പരിശുദ്ധ ദിവ്യകാരുണ്യം. ജ്ഞാനസ്നാനത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ വീണ്ടും ജനിക്കുന്നു. ദിവ്യകുർബാനയിലൂടെയോ നമ്മൾ ഈശോയുമായി ഒന്നായി തീർന്ന് അവിടുത്തെ ശിഷ്യരായി ഭവിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെയോ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലും ശക്തിയാലും കൃപയാലും അനുഗ്രഹത്താലും നിറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധിയാൽ നിറയുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശുദ്ധ ത്രിത്വത്താൽ നിയന്ത്രിതമാണ്, നയിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഓരോ കുടുംബത്തിലേക്ക് നോക്കിക്കേ, നമ്മുടെ ഓരോ കുടുംബവും പരിശുദ്ധ ത്രിത്വത്താൽ നിരന്തരം നയിക്കപ്പെടണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കുടുംബത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കണം. പുത്രനായ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനം കുടുംബത്തിൽ നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യണം. പരസ്പരം രക്ഷിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്കൊക്കെ സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ്, സന്തോഷവും സമാധാനവും നിറഞ്ഞ്, കൃപയും അനുഗ്രഹവും നിറഞ്ഞ്, ദൈവശക്തിയാൽ നിറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരിക്കുന്നവരും ഏവരെയും സമർത്ഥമായ ജീവൻ്റെ ഉടമകളാക്കുന്നവരുമായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ ത്രിത്വത്താൽ നയിക്കപ്പെടുന്നു എന്ന് പറയാനാവുക. അതേപോലെ തന്നെയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം, നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ പരിശുദ്ധ ത്രിത്വമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ ആ രക്ഷാകര പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും സന്തോഷവും സമാധാനവും ഫലങ്ങളും ദാനങ്ങളും വരങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം ശുശ്രൂഷിക്കുന്നവരായി നമ്മളെ മാറ്റും. പ്രിയപ്പെട്ടവരെ,
ഈ പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യം പ്രത്യേകമായിട്ട് വിളംബരം ചെയ്യുന്ന ബൈബിളിലുണ്ടത്, ബൈബിൾ മുഴുവനുമുണ്ട്. ബൈബിളിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ തന്നെ ഈ പരിശുദ്ധ ത്രിത്വമുണ്ട്. പിതാവുണ്ട്, ദൈവം, പുത്രനുണ്ട്, വചനം, ചൈതന്യം, പരിശുദ്ധാത്മാവ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ബൈബിളിൽ ഉടനീളം പ്രിയപ്പെട്ടവരെ നമ്മൾ പിതാവിൻ്റെ പ്രവർത്തനമാണ് കാണുക, പുത്രനിലൂടെയുള്ള പ്രവർത്തനമാണ് നാം കാണുക, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലുള്ള പ്രവർത്തനമാണ് നാം കാണുക. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പിതാവായ ദൈവത്തിലാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് പുത്രനായ ദൈവത്തെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലോ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുക. എന്നാൽ എല്ലായിടത്തും പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ത്രിത്വത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ ത്രിത്വ രഹസ്യം പ്രത്യേകമായിട്ട് വിളംബരം ചെയ്യപ്പെട്ടത് നിക്കിയ സൂനോദോസിലും കോൺസ്റ്റാന്റിനോപ്പിൾ സൂനോദോസിലുമാണ്. നമ്മുടെ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, ഈ 2 കൗൺസിലിൻ്റെ ഫലമായി രൂപം കൊണ്ട ത്രിത്വത്തിൻ്റെ വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ത്രിത്വത്തിൻ്റെ വിളംബരം പ്രിയപ്പെട്ടവരെ വരുന്നത് സഭയിൽ, ആദിമസഭയിൽ ഉയർന്നു വന്ന 3 പാഷണതകൾക്ക് പരിഹാരമായിട്ടാണ്, ഉത്തരമായിട്ടാണ്. 3 പാഷണതകൾ ഏതൊക്കെയാണെന്നറിയാമോ? അതിൽ ഒന്നാമത്തേത് മോണോതെയിസം, രണ്ടാമത്തേത് ത്രൈതെയിസം, മൂന്നാമത്തേത് സബോർഡിനേഷനിസം. മോണോതെയിസം ഉണ്ടല്ലോ, ദൈവം ഏകനാണ്, ദൈവത്തിൽ 3 വ്യക്തികളില്ല, ദൈവത്തിലെ വ്യക്തികളുടെ അനന്യതയെ നിഷേധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മോണോതെയിസം, ദൈവം ഒരുവൻ മാത്രം. ഇസ്ലാം ചിന്താഗതി അതാ, യഹൂദര ചിന്താഗതിയുടെ തുടക്കം അങ്ങനെ. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ ത്രൈതെയിസം എന്ന് പറഞ്ഞാൽ ത്രൈ എന്ന് പറഞ്ഞാൽ 3 ദൈവ സിദ്ധാന്തം എന്ന് പറയാം. ദൈവത്തിലെ 3 ആളുകളുണ്ട് എന്ന് മാത്രമല്ല 3 ദൈവങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണവർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ മതചിന്തയിലും ഗ്രീക്ക് ചിന്തയിലും റോമൻ ചിന്തയിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ ത്രൈതെയിസ ചിന്താഗതിയാണ്. ദൈവത്തിലെ ഏകത്വത്തെ നിഷേധിക്കുന്നു ഈ ത്രൈതെയിസ്റ്റുകൾ. മൂന്നാമത്തെ പാഷണത സബോർഡിനേഷനിസം എന്നാണ്. അതായത് വ്യക്തികളുടെ തുല്യതയെ, സമത്വത്തെ നിഷേധിക്കുന്നു. അവർ പറയുന്നത് പിതാവ് ഏറ്റവും മുകളിൽ, അതിന് താഴെ പുത്രൻ, അതിനും താഴെ പരിശുദ്ധാത്മാവ് എന്ന നിലയിലാണ് പ്രിയപ്പെട്ടവരെ അവർ ദൈവത്തിലെ 3 വ്യക്തികളെ കാണുന്നത്. സത്യത്തിലുണ്ടല്ലോ, സമൂഹത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ വിഷമതകൾ വരുത്തുന്നവയാണ് ഈ 3 പാഷണതകൾ. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ പോലെയാണ്. ദൈവത്തെ നമ്മൾ എങ്ങനെ കാണുന്നോ അതേപോലെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നത്. ഉദാഹരണമായിട്ട് സബോർഡിനേഷത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ എല്ലാവരെയും കാണുന്നത് എങ്കിൽ അവിടെ എല്ലാവരും തുല്യരല്ല എന്ന് നമ്മൾ പറയും. പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും മെച്ചം, മുതിർന്നവരാണ് ഇളയത്തിങ്ങളെക്കാളും മെച്ചം, പഠിപ്പുള്ളവരാണ്, അധികാരമുള്ളവരാണ്, പണമുള്ളവരാണ് ഏറ്റവും മുകളിൽ. ആ രീതിയിൽ ആ ചിന്താഗതി ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിലെ ചിന്താഗതിയാണ്. അതിൻ്റെ കാരണം ഈ പ്രിയപ്പെട്ടവരെ സബോർഡിനേഷനിസ്റ്റ് ആ ചിന്താഗതിയാണ്. നേരെ മറിച്ച് നമ്മൾ മോണോതെയിസ്റ്റ് ചിന്താഗതിയിൽ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ അഹങ്കാരത്തിൻ്റെ കാരണം അതാ, ഞാൻ മാത്രം വ്യക്തി, ഞാൻ മാത്രം, എല്ലാ അധികാരവും എൻ്റേത്, ഞാൻ പറയുന്ന പോലെ എല്ലാവരും ചെയ്തോണം എന്നുള്ള നിലപാട് കുടുംബത്തിലോ സമൂഹത്തിലോ വരുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മോണോതെയിസ്റ്റ് ചിന്താഗതിയാണ് പുലർത്തുന്നത്. നേരെ മറിച്ച് ത്രൈതെയിസ്റ്റ് ചിന്താഗതിയിലോ അവിടെ പരസ്പരമുള്ള ബന്ധത്തെ നമ്മൾ നിഷേധിക്കുക. ഞാൻ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചോളാം, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു നിലപാട്. കായൻ പറയുന്നില്ലേ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് ഈ ത്രൈതെയിസ്റ്റ് ചിന്താഗതിയാണ്. പരസ്പരം ബന്ധപ്പെടാൻ ശ്രദ്ധ വയ്ക്കാതെ, പരസ്പരമുള്ള ബന്ധത്തെ അംഗീകരിക്കാതെ, ആദരിക്കാതെ,
പരസ്പരം കരുതാതെ സ്നേഹിക്കാതെ നമ്മൾ നിലകൊള്ളുമ്പോൾ അവിടെ ഈ ത്രൈത്തേയിസ്റ്റ് ചിന്താഗതി നമ്മൾ പുലർത്തുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിക്കിയ സുനോദോസും അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ദൈവത്തിൽ 3 അനന്യരായ വ്യക്തികളുണ്ട്. പിതാവായ ദൈവം, സ്നേഹിക്കുന്നതിലൂടെ ജീവനേകുന്നവൻ പിതാവ്. പുത്രനായ ദൈവോ, സ്നേഹിക്കപ്പെടുന്നതിലൂടെ ജീവിക്കുന്നവൻ പുത്രൻ, ദ ബിലവഡ് ഓഫ് ഗാഡ്. പരിശുദ്ധാത്മാവോ, സ്നേഹിപ്പിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത്, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. പിതാവ് നമ്മെ സ്നേഹിക്കുന്നത്, നാം പിതാവിനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നത്, നാം പുത്രനെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരായി മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറയുമ്പോഴോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷിക്കുന്നവരായി മാറുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നമ്മൾ നിറയുമ്പോഴോ നമ്മൾ ദൈവിക വ്യക്തികളായി മാറുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിശ്വാസ രഹസ്യമാണ് ഈ പരിശുദ്ധ ത്രിത്വം എന്നത്. വിശ്വാസ പ്രമാണത്തിൽ നമ്മളതാണല്ലോ ഏറ്റു ചൊല്ലുന്നത്. ത്രിത്വസ്തുതിയിൽ, അത്യുന്നതൻ ദൈവത്തിന് മഹത്വം തുടങ്ങുന്ന പ്രാർത്ഥനയിലൊക്കെ ഈ ത്രിത്വത്തിന് സ്തുതി ചൊല്ലുകയാണല്ലോ. നമ്മുടെ ജീവിതം പരിശുദ്ധ ത്രിത്വത്തിലാണ്. ഈശോ പഠിപ്പിക്കുന്നില്ലേ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആയിരിക്കണം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ വസിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഓരോ കൂദാശകളും പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തിയിലാണ്. ഈ പരിശുദ്ധ ത്രിത്വത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഈ പരിശുദ്ധ ത്രിത്വത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസം ഏറ്റുപറയുന്നത്, നമ്മൾ ശുശ്രൂഷിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പെരുമാറുന്നത് എല്ലാം. ആ രീതിയിൽ നമ്മുടെ അടിസ്ഥാന വിശ്വാസ രഹസ്യം എന്ന് മാത്രമല്ല, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പരിശുദ്ധ ത്രിത്വം എന്നത്. നമുക്ക് നിരന്തരം പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കാം. നിരന്തരം പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ജീവിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്നും ദൈവമക്കളായി, ഈശോയുടെ ശിഷ്യരായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി, തിരുസഭയിലെ അംഗങ്ങളായി ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മുടെ ദൈവം ഒരു ഏകാന്തപതികനല്ല, ഒറ്റയ്ക്കെങ്ങോ ഇരുന്ന് സുഖിക്കുന്നവനല്ല. അവിടുന്ന് കൂട്ടായ്മയിൽ വസിക്കുന്നവനാണ്, സ്നേഹിക്കുന്നതിലൂടെ ജീവിക്കുന്നവനാണ്, ബന്ധപ്പെടുന്നതിലൂടെ അവിടുന്ന് ആയിരിക്കുന്നവനാണ്. നമുക്ക് ത്രിത്വത്തെ നിരന്തരം ആരാധിക്കാം. ഈ ദിവ്യകുർബാനയിലൂടെ നമുക്കറിയാമല്ലോ, ദിവ്യകുർബാന തന്നെ തുടങ്ങുന്നതും തീരുന്നതും എല്ലാം പരിശുദ്ധ ത്രിത്വത്തിൽ. ദിവ്യകുർബാനയിൽ ഒരു രൂപത്തിൽ നമ്മൾ പുത്രനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവിനെ നമ്മൾ ആരാധിക്കുന്നു, വണങ്ങുന്നു. പിതാവിൻ്റെ കൃപയാൽ നമ്മൾ നിറയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ആ ത്രിത്വത്തിൻ്റെ അനുഭവം നമുക്കെന്നും ഉണ്ടാകട്ടെ. ത്രിത്വത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ അനുഗ്രഹ സ്രോതസ്സ് നമ്മിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് വന്ന് നിറയട്ടെ. ത്രിത്വത്താൽ പരിവർത്തനപ്പെട്ടവരായി, ത്രിത്വത്തിൽ ജീവിക്കുന്നവരായി, ത്രിത്വത്തെ പ്രഘോഷിക്കുന്നവരായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ കുടുംബജീവിതത്തിലും, നമ്മുടെ സമൂഹ ജീവിതത്തിലും, നമ്മുടെ ലോക ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. കൃപകളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ.